ബംഗ്ലാദേശിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാണ്. മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ മകൻ താരിഖ് റഹ്മാൻ ധാക്കയിലെത്തി 17 കൊല്ലത്തെ വിദേശവാസം അവസാനിപ്പിച്ചാണ് താരിഖ് മടങ്ങിയെത്തിയത്. ലണ്ടനിൽ നിന്നെത്തുന്ന BNP നേതാവിനെ സ്വീകരിക്കാൻ 5 ലക്ഷത്തിലധികം പേരെ അണിനിരത്താനാണ് നീക്കങ്ങൾ നടക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, ഈ മടങ്ങിവരവ് അത് എത്രത്തോളം ഇളക്കം, താരിഖ് റഹ്മാന്റെ ധാക്കയിലേക്കുള്ള വരവ് എത്രത്തോളം ഇളക്കം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്നാണ് കരുതേണ്ടത്? രതീഷ്, താരിഖ് റഹ്മാൻ മടങ്ങി വരുന്നത് BNPയെ സംബന്ധിച്ചിടത്തോളം ഒരു മൊറൈൽ ബൂസ്റ്ററാണ്. കാരണം ഖാലിദാസിയ കിടപ്പിലാണ്, ചികിത്സയിലുമാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താരിഖ് റഹ്മാനെ മുന്നിൽ നിർത്തിയുള്ളൊരു നീക്കമായിരിക്കും നടത്തുക. അവിടെ ഇപ്പോഴത്തെ പ്രവചനങ്ങൾ പ്രകാരമാണെങ്കിൽ BNP വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് ഇപ്പോൾ സൂചനകളുള്ളത്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന് അവിടെ ഇപ്പോൾ ഒരു വിലക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ താരിഖ് റഹ്മാൻ 17 കൊല്ലത്തെ ലണ്ടൻ വാസം അവസാനിപ്പിച്ച് തിരിച്ചെത്തുന്നത് BNP അണികളിൽ വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ നൽകുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം ധാക്കയിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ട്. ഇത് 5 ലക്ഷത്തോളം അണികളെ അണിനിരത്തി ഉള്ള ഒരു സ്വീകരണമാണ് BNP ഇപ്പോൾ ധാക്കയിൽ താരിഖ് റഹ്മാനായി കരുതി വെച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള മാറ്റമായിരിക്കും ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്.